നമസ്കാരം. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മിഡിൽ ഈസ്റ്റിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു നയതന്ത്ര മധ്യസ്ഥ രാജ്യം എന്ന നിലയിൽ ഖത്തറിന് ഇത് കനത്ത തിരിച്ചടി കൂടിയാണ്. ഗസ സമാധാന ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. അമേരിക്ക മുന്നോട്ട് വെച്ച ഗസ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്നും ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനുള്ള സന്ദേശമാണ് എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ഇത് കാരണമാവുമോ എന്ന ആശങ്ക കൂടി ഉയരുകയാണ്. ഖത്തറിൽ ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ദോഹയിലെ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ കെനസെറ്റ് സ്പീക്കർ അമീർ ഒഹാൻ എക്സിൽ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനുമുള്ള ഒരു സന്ദേശമാണ് എന്ന് കുറിച്ചു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി നൽകിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് നിഷേധിച്ചു. ആക്രമണം പൂർണ്ണമായും സ്വതന്ത്രമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. ഭീരുത്വപരമായ ഇസ്രയേലി ആക്രമണം എന്നാണ് ഖത്തർ ഇതിനെ വിശേഷിപ്പിച്ചത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽസാരി ഇത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് വ്യക്തമാക്കി. ഗാസയിലെ ഏറ്റവും പുതിയ സംഘർഷത്തിന് മുൻപ് തന്നെയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമായിരുന്നു. ഹമാസിന്റെ നാടുകടത്തപ്പെട്ട നേതൃത്വം ഖത്തറിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. ഇസ്രയേൽ ധനമന്ത്രി ബെസേൽ സ്ട്രോമിച്ച് സൈന്യത്തിന്റെ ആക്രമണത്തെ പ്രശംസിക്കുകയും ചെയ്തു. ലോകത്തെവിടെയാണെങ്കിലും ഹമാസ് നേതാക്കൾ ഇസ്രയേലിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേൽ സൈന്യത്തിന്റെ തീരുമാനത്തെ നടപ്പിലാക്കലിനെയും അദ്ദേഹം അഭിനന്ദിക്കുന്നു. ഹമാസിനെ വെടിനിർത്തലിനെ കുറിച്ച് അവസാന മുന്നറിയിപ്പ് നൽകുമെന്ന് ട്രംപ് പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഈ ആക്രമണം സങ്കീർണമായേക്കുമെന്നതിൽ തർക്കമില്ല. ഇസ്രായേലിന്റെ മുൻകരുതൽ എന്ന നിലയിൽ ഈ നീക്കം ഖത്തറിന്റെ മധ്യസ്ഥ റോളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ നീക്കം ഈ മേഖലയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിനു നേരെയെന്നും ഇസ്രായേലിന്റെ ക്രൂരമായ കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ല എന്നും സൗദിയും വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ നീക്കം മേഖലയിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഖത്തറിലുള്ളവർക്ക് ഐക്യദാർഢ്യമെന്നും സൗദി അറേബ്യ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച